നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ഇപ്പൊ എവിടെയാ? വീട്ടിലെത്തിയോ? ദയല്ല, നിതിന. നിതിന സ്പീക്കറിൽ. അയ്യോ, ദയ സുരക്ഷിതായിട്ട് എന്റെ ഒപ്പം ഉണ്ട്. ഫോൺ അവൾക്ക് കൊടുക്കടാ. ചൂടാവല്ല ശബരി. ബലപ്രയോഗം ഒഴിവാക്കാൻ അവളെ ക്ലോറോഫോം മണപ്പിച്ച് ചെറുതായൊന്ന് മയക്കി. വേറെ കുഴപ്പമൊന്നുമില്ല. ഉണരുമ്പോ അവളെ കൊണ്ട് ശബരി വിളിപ്പിക്കാം. പോരെ? എടാ, നീ ആവശ്യപ്പെട്ട പ്രകാരം അവളൊക്കെ സൈൻ ചെയ്ത് തന്നില്ലേ? പിന്നെ എന്തിനാ ദയെ പിടിച്ച് വച്ചിരിക്കുന്നേ? ക്യാഷ് അക്കൗണ്ടിൽ വരാൻ 2 ദിവസം എടുക്കും സാറേ. മാത്രമല്ല, ദയയുടെ അക്കൗണ്ടിൽ വന്ന ക്യാഷ് നിങ്ങൾ എനിക്ക് തരുമെന്ന് എന്താ ഉറപ്പ്? ഓ, അപ്പൊ നീ പണം കിട്ടും വരെ അവൾ വീട്ടിലെന്നാണ് പറഞ്ഞു വരുന്നത്? എല്ലാവരും ഉണ്ടല്ലോ, അതെന്തായാലും നന്നായി. അതേടാ, എല്ലാരും ഉണ്ട്. 2 ദിവസം പോയിട്ട് 2 മണിക്കൂർ നിനക്ക് ദയെ ഒളിപ്പിക്കാൻ പറ്റില്ല. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ പൂട്ടിയിരിക്കും. എന്നെ നിങ്ങൾക്ക് പൂട്ടാം, പക്ഷേ ദയെ നിങ്ങൾക്ക് ജീവനോടെ തിരിച്ചു കിട്ടില്ല. എനിക്ക് സംസാരിക്കാനുള്ളത് ശബരിയോടാ. ദയയ്ക്കൊരു പോറലും ഏൽപ്പിക്കില്ല ശബരി. അക്കൗണ്ടിൽ ക്യാഷ് വന്ന ഉടനെ ദയ അതെനിക്ക് എടുത്തു തരും. ഞാൻ ദയെ വീട്ടിലെത്തിക്കുകയും ചെയ്യും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യ് പ്ലീസ്. നിനക്ക് 20 ലക്ഷം രൂപയല്ലേ വേണ്ടത്? അത് തന്നു കഴിഞ്ഞാൽ നീ ദയ വിടോ? പിന്നെന്താ, 20 ലക്ഷം നീ തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ദയ വിടാം. എന്നിട്ട് ദയയുടെ അക്കൗണ്ടിൽ വരുന്ന ക്യാഷ് നീ എടുത്തോ. അപ്പൊ ശരി, നിങ്ങൾ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്ക. ഞാൻ പിന്നീട് വിളിക്കാം. ദാസാർ വന്ന് പറഞ്ഞിട്ടും അനുമോള് സുശീലോട് ക്ഷമ ചോദിക്കാൻ പോകില്ലെന്ന തീരുമാനത്തിലായിരുന്നു. ഒടുവിൽ ഞാൻ നിർബന്ധിച്ചു കൊണ്ടുപോയതാ ഈ പാവത്തിനെ. മനുഷ്യത്വമില്ലായ്മയുടെ അവസാന വാക്കാ സുശീല എന്ന് എനിക്കറിയാം. പക്ഷേ മരുമോൾക്ക് നേരെ ചൂലെടുത്ത ഒരമ്മായിയമ്മ ചൂലിനേക്കാൾ തരം താഴ്ന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. അവിടെ പോയി നീ ക്ഷമ പറഞ്ഞ ആ സ്ത്രീയുടെ ദേഷ്യം മാറുമെങ്കിൽ അതാ നല്ലതെന്ന് ദാസങ്ങള് പറഞ്ഞപ്പോ ഞാനും രഘുവേട്ടനും ഒക്കെ വിചാരിച്ചു അങ്ങനെ നടക്കട്ടേന്ന്. ഇനി നീ 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കല്ലേ അനു. നീ അവരെ മനഃപൂർവ്വം അടിച്ചതാണെന്ന് അവര് പറയുന്നെങ്കിൽ പറയട്ടെ. നീ അതിന് തിരുത്താനൊന്നും പോണ്ട. അടി കൊള്ളേണ്ട അമ്മായിയമ്മ തന്നെയാ നിന്റേത്. ചേച്ചി ആ സ്ത്രീ ചൂലുകൊണ്ട് അടിക്കാൻ വന്നപ്പോ ഭാനുമ്മ അല്ലാതെ വേറെ ആരും തടഞ്ഞില്ലേ? അവരൊക്കെ ഇപ്പോഴും അമ്മയുടെ ഭാഗത്ത് തന്നെ നിൽക്കുവാണോ ചേച്ചി? അങ്ങനെയൊന്നുമല്ല. സത്യനും ശ്യാമും സോനയൊക്കെ അമ്മയെ തടയുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും അടങ്ങുന്ന പ്രകൃതക്കാരിയല്ലല്ലോ അമ്മ. അമ്മ കുമ്മയാ. നിനക്ക് എങ്ങനെയാനു ആ തള്ളയെ അമ്മയെന്ന് വിളിക്കാൻ തോന്നേ? ബാക്കിയൊക്കെ പോട്ടെ. ഇന്നലെ വന്ന മരുമോളുടെ മുന്നിൽ വെച്ചല്ലേ ആ സ്ത്രീ നിന്റെ നേരെ ചൂലോങ്ങിയത്? അതിലൊന്നും കാര്യമില്ല ചേച്ചി. കല്യാണം കഴിഞ്ഞ് സത്യനും പ്രതിഭയും വന്നപ്പോ അവരെ വിളക്കെടുത്ത് വീട്ടിലേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങിയ എന്നെ ആ വിളക്ക് ഊതിക്കെടുത്തി ഇറക്കി വിട്ടവരവര്. പ്രതിഭയുടെ മുന്നില് അന്ന് ഞാൻ ഒന്നും അല്ലാതായി. പക്ഷെ ഇന്ദ്രേട്ടൻ എന്റെ കൂടെ നിന്നപ്പോ ഞാൻ ജയിച്ചു. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അപമാനത്തോടെയല്ല, അഭിമാനത്തോടെയായിരുന്നു. അതെ, പിറ്റേ ദിവസം ഇന്ദ്രനും അനുപമയും ഈ വാടക വീട്ടിൽ താമസം തുടങ്ങിയെന്നറിഞ്ഞപ്പോ സുശീല ഊതിക്കെടുത്തത് സ്വന്തം വിളക്കാണെന്ന് എനിക്കും തോന്നി. ആ വിളക്ക് ഇവിടെ തെളിഞ്ഞു കത്തുന്നത് കണ്ടപ്പോ എന്റെ മനസ്സ് ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ അവൾ ഇവിടെയും വന്ന് അനുപമയുടെ ജീവിതത്തിലെ വെളിച്ചം കെടുത്തിക്കളഞ്ഞല്ലോ എന്റെ ദൈവമേ. ഓ, ഇനി ഇന്ദ്രൻ വന്നാൽ അവനെ കയ്യിലെടുക്കാൻ അവൾ ഇനി എന്തൊക്കെയാണോ പറഞ്ഞു കൂട്ടാൻ പോകുന്നത്? എന്ത് വേണേലും പറഞ്ഞു കൊടുക്കട്ടെ ഭാനുമ്മേ. എത്ര വിഷം കുത്തിവെച്ചാലും എന്നെ കേൾക്കാൻ ഇന്ദ്രേട്ടൻ ഒന്ന് തയ്യാറായി കഴിഞ്ഞാ സത്യം എന്താണെന്ന് ഇന്ദ്രേട്ടന് മനസ്സിലാവും. എങ്കിൽ അനുസരിച്ച് ഇപ്പൊ തന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇന്ദ്രേട്ടനെ വിളിച്ചു പറയണം. അതെ അനു, സത്യം എന്താണെന്ന് ഇന്ദ്രൻ ആദ്യമേ അറിയണം. അല്ലാതെ അനുപമ അമ്മ അടിച്ചു എന്നാണ് അവൻ ആദ്യം കേൾക്കുന്നതെങ്കിൽ പിന്നെ നീ പറയുന്നതൊന്നും ഇന്ദ്രൻ വിശ്വസിക്കണമെന്നില്ല. ഇപ്പൊ തന്നെ വിളിക്കുക ചേച്ചി, ഞാൻ ഫോൺ എടുത്ത് തരട്ടെ? വേണ്ട മഞ്ചാടി,
ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ പോയ ഇന്ദ്രേട്ടനെ അനിഷ്ട സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞ് വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇന്ദ്രേട്ടൻ ഇവിടെ വന്ന ശേഷം ഞാൻ എല്ലാം പറഞ്ഞോളാം. അതിനു മുമ്പ് സുശീല വേണ്ടാത്ത ഒന്നും വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഭാഗ്യം. അവള് നിന്നോട് നേരിട്ട് ദേഷ്യം കാണിക്കുന്നതിനേക്കാൾ അപകടമാണ് മോളെ സുശീല ഇന്ദ്രനെ നിനക്കെതിരെ തിരിച്ചു വിട്ടാൽ ഉണ്ടാവുന്നത്. അല്ല, ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. അറിയാം ഭാനുമ്മ. വരാൻ പോകുന്നൊക്കെ ഞാൻ രണ്ട് രീതിയിൽ മനസ്സിൽ കാണുന്നുണ്ട്. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഇന്ദ്രേട്ടനാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. അതെല്ലാം അമ്മയുടെ വാക്കിനപ്പുറം മറ്റൊന്നുമില്ലെന്ന് കരുതുന്ന പഴയ ഇന്ദ്രേട്ടനാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം അനുപമ ഇന്ദ്രന്റെ ജീവിതത്തിൽ നിന്ന് പോവേണ്ടി വരും. ബോധം തെളിയുമ്പോ വീണ്ടും മയക്കി കിടത്തിയാ പോരെ? ഏയ്, എടാ കൊല്ലാനല്ല നമ്മൾ ഇവളെ കൊണ്ടുവന്ന് കാശ് വാങ്ങി തിരിച്ചയക്കാനാ. ഇവൾക്കൊരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം സാറേ. എല്ലാം നന്നായി അറേഞ്ച് ചെയ്യണം. വീഡിയോ കോൾ ചെയ്ത് ദയെ അവരെ കൂടി ഒന്ന് കാണിക്കേണ്ടി വരും. അവന്മാരെ ദയെ വിട്ടുകിട്ടാൻ പോലീസിന്റെ സഹായം തേടിയാ നമ്മൾ എന്ത് ചെയ്യും? ഇല്ല, ദയ ഇവിടെ സേഫ് ആണെന്ന് തോന്നിയാ അവര് പിന്നെ ആവശ്യമില്ലാത്ത റിസ്ക് ഒന്നും എടുക്കില്ല. എന്നാലും നമ്മൾ അതുകൂടി ഒന്ന് കരുതണ്ടേ? ഇതിലപ്പുറം എന്ത് കരുതാൻ ആന്റണി? പുറത്തൊരുത്തൻ കാവലുണ്ട്. ഈ വഴിയിലേക്ക് ആര് വന്നാലും റോഡിൽ രണ്ടാൾക്കാരെ മെസ്സേജ് അയക്കാൻ നിർത്തിയിട്ടുമുണ്ട്. പോലീസ് ഇങ്ങോട്ട് വരുന്ന ഇൻഫർമേഷൻ കിട്ടിയാ ഇവളെവിടെ കളഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെടും. പക്ഷെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും ദയ ജീവനോടെ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കില്ല. എന്റെ കൂടപ്പറപ്പിന്റെ ജീവനെടുക്കാൻ കാരണമായവളവള്. പകരം അവന്റെ പേരിലുള്ള 20 ലക്ഷം രൂപയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അത് കിട്ടിയാൽ നിനക്ക് മാനത്തോടെ തിരിച്ചു പോവാം. ഇല്ലെങ്കിൽ മാനവും പോവും, ജീവനും പോവും.